ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെന്മാറ ഇരട്ട കൊലപാതകം ചെന്താമരയുടെ തെളിവെടുപ്പ് പൂർത്തിയായി. ഡൽഹി പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെടുപ്പ് നാളെ. AI സംവിധാനം വന്നാൽ തൊഴിലില്ലായ്മ ഉണ്ടാകും, നിലപാട് തിരുത്തി MP ഗോവിന്ദൻ. കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ടോൾ പിരിവ്, പ്രക്ഷോഭവുമായി തെരുവിലേക്ക് ഇറങ്ങുമെന്ന് K സുധാകരൻ. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കുമെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ ഉത്തരവ് ഉടൻ നടപ്പിലാക്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ്. വാർത്തകൾ വിശദമായി. നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ പ്രതി ചെന്താമരയുമായി പോത്തുണ്ടിയിലെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തി. വൻ പോലീസ് സന്നാഹത്തിലായിരുന്നു തെളിവെടുപ്പ്. കൊലപാതകം നടത്തിയതും കൃത്യത്തിനു ശേഷം രക്ഷപ്പെട്ട വഴിയും ചെന്താമര പോലീസിന് വിവരിച്ചു കൊടുത്തു. ചെന്താമരയുടെ വീട്ടിലും പരിസരത്തുമാണ് തെളിവെടുപ്പ് നടന്നത്. ജനുവരി 27 രാവിലെ താൻ കത്തിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അയൽവാസിയായ സുധാകരൻ വാഹനം റിവേഴ്സ് എടുത്തുവെന്ന് തെളിവെടുപ്പിൽ ചെന്താമര പോലീസിനോട് പറഞ്ഞു. പ്രകോപനത്തിനിടെ ആക്രമിച്ചു. ഈ സമയം ലക്ഷ്മി അവരുടെ വീടിന് മുന്നിലാണ് നിന്നിരുന്നത്. തനിക്ക് നേരെ ശബ്ദമുണ്ടാക്കി വരുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിയെ ആക്രമിച്ചു. ശേഷം ആയുധങ്ങളുമായി വീട്ടിലേക്ക് കയറി. കൊടുവാളും പൊട്ടിയ മരത്തടിയും വീട്ടിൽ വെച്ച ശേഷം പിൻവശത്തുകൂടെ പുറത്തിറങ്ങി. ശേഷം താൻ വീടിന് സമീപത്തെ പാടവരമ്പത്തുകൂടെ അരക്കമലയിലേക്ക് നടന്നുവെന്നും ചെന്താമര വിശദീകരിച്ചു. ഈ വഴികളിലൂടെയൊക്കെ ചെന്താമരയെയും കൊണ്ട് പോലീസ് തെളിവെടുപ്പ് നടത്തി. പാടവരമ്പത്ത് കുറ്റിക്കാട്ടിൽ കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോണും സിമ്മും ഉപേക്ഷിച്ചുവെന്നും പ്രതി പറഞ്ഞു. പാടവരമ്പത്തെ കമ്പിവേലി ചാടിക്കടന്നാണ് വനത്തിലേക്ക് നടന്നത്. നാട്ടുകാരുടെ കണ്ണിൽപ്പെടാതിരിക്കാൻ കനാലിലെ ഓവുപാലത്തിനടിയിലൂടെയും ഇറങ്ങി നടന്നു. വനത്തിൽ കയറുന്നതിനിടെ ആനയുടെ മുന്നിൽ അകപ്പെട്ടു. ആനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ട താൻ ഓടിമാറി മലയുടെ മറുവശത്ത് ഒളിച്ചിരുന്നുവെന്നും ചെന്താമര വിശദീകരിച്ചു. തെളിവെടുപ്പ് നടക്കുന്നതിനാൽ 200-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെ ബോയൻ നഗർ മേഖലയിൽ വിന്യസിച്ചിരുന്നു. ഇക്കഴിഞ്ഞ ജനുവരി 27-നായിരുന്നു പോത്തുണ്ടി ബോയൻ നഗർ സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും അയൽവാസി ചെന്താമര കൊലപ്പെടുത്തിയത്. സ്കൂട്ടറിൽ വരികയായിരുന്ന സുധാകരനെ വടിയിൽ വെട്ടുകത്തി വെച്ച് കെട്ടി വെട്ടി വീഴ്ത്തുകയായിരുന്നു. സമീപത്ത് ആരുമില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു ആക്രമണം. തൊട്ടുപിന്നാലെ ശബ്ദം കേട്ട് ഇറങ്ങി വന്ന ലക്ഷ്മിയെയും ചെന്താമര വെട്ടി. സുധാകരൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ലക്ഷ്മിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. 2019-ൽ സുധാകരന്റെ ഭാര്യ സജിതയെയും ചെന്താമര കൊലപ്പെടുത്തിയിരുന്നു. ചെന്താമരയുടെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം സുധാകരനും സജിതയുമാണെന്ന് പറഞ്ഞായിരുന്നു കൊലപാതകം. ഡൽഹി നാളെ പോളിംഗ് ബൂത്തിലേക്ക്. സംസ്ഥാനത്തെ 70 മണ്ഡലങ്ങളിലാണ് ബുധനാഴ്ച വോട്ടെടുപ്പ് നടക്കുന്നത്. ഇന്ന് നിശബ്ദ പ്രചാരണമാകാം. നാളെ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. പരസ്പരം ആരോപണങ്ങൾ തൊടുത്തും വാഗ്ദാനങ്ങൾ ആവർത്തിച്ചും AAP, BJP, കോൺഗ്രസ് കക്ഷികളും ചെറു പാർട്ടികളും ഡൽഹിയിൽ പ്രചാരണം പൂർത്തിയാക്കി. അട്ടിമറിയാണ് കോൺഗ്രസും BJPയും ലക്ഷ്യം വെക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ അണിനിരന്ന തീവ്ര പ്രചരണമായിരുന്നു സംസ്ഥാനത്ത് നടന്നത്. അതേസമയം രാജിവെച്ച MLA-മാർ BJPയിൽ ചേർന്നതിൽ ആം ആദ്മി പാർട്ടി ക്യാമ്പുകൾ ആശങ്കയിലാണ്. തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് ഡൽഹി സർക്കാർ എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും വോട്ടെടുപ്പ് ദിവസം അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. നഗരത്തിലെ എല്ലാ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്കും അവധിയായിരിക്കും. പോളിംഗ് ദിവസം പുലർച്ചെ 4 മണിക്ക് ഡൽഹി മെട്രോ സർവീസുകൾ ആരംഭിക്കും. രാവിലെ 6 മണി വരെ അരമണിക്കൂർ ഇടവിട്ട് മെട്രോ ട്രെയിനുകൾ ഉണ്ടാകും. അതിനുശേഷം പതിവ് ഷെഡ്യൂളുകൾ പുനരാരംഭിക്കും. പുലർച്ചെ 4 മണി മുതൽ 35 റൂട്ടുകളിൽ അധിക ബസ് സർവീസുകൾ നടത്തുമെന്ന് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അറിയിച്ചിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയം തിരിച്ചറിഞ്ഞ BJP ഗുണ്ടകളെയും പോലീസിനെയും ഉപയോഗിച്ച് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുകയാണെന്ന് AAP നേതാവ് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചു. BJP ഭരിക്കുന്ന ഡബിൾ എഞ്ചിൻ സർക്കാരുകളുള്ള സംസ്ഥാനങ്ങളിലെ കഴിഞ്ഞ 10 വർഷത്തെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രചരണത്തിന്റെ അവസാന ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ കളത്തിലിറങ്ങിയത്. ഡൽഹിയെ കൊള്ളയടിക്കുന്ന കാര്യത്തിൽ കെജ്രിവാളും മനീഷ് സിസോദിയയും ചേട്ടൻ ബാവയും അനിയൻ ബാവയുമാണ്. കേന്ദ്ര സർക്കാരുമായി നിരന്തരം തമ്മിലടിച്ച് കെജ്രിവാളും സംഘവും വികസന കുതിപ്പുകൾക്ക് തുരങ്കം വെച്ചു. ജനങ്ങളോട് നിരന്തരം നുണ പറയുന്ന കെജ്രിവാൾ പകരം നൽകുന്നത് മാലിന്യ കൂമ്പാരവും മാലിന്യം കലർന്ന വെള്ളവും അഴിമതിയുമാണ്. ഡൽഹിയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താൻ കഴിയുന്ന ഏക പാർട്ടി BJP മാത്രമാണെന്നും അമിത് ഷാ അവകാശപ്പെട്ടു. ഷീല ദീക്ഷിത് ഭരണകാലത്ത് ഡൽഹി നേടിയെടുത്ത തിളക്കങ്ങളെല്ലാം AAP കെടുത്തിയെന്ന് ഡൽഹി പ്രദേശ് കോൺഗ്രസ് അധ്യക്ഷൻ ദേവേന്ദർ യാദവ് ആരോപിച്ചു. മാലിന്യം കലർന്ന വെള്ളം ഉൾപ്പെടെ പൊതുസേവന രംഗത്ത് AAP കുറ്റകരമായ വീഴ്ച വരുത്തി. ഷീല ദീക്ഷിത് നിർമ്മിച്ചെടുത്ത ഡൽഹിയെ വീണ്ടെടുക്കാനുള്ള അവസരമായി ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണണമെന്നും യാദവ് പറഞ്ഞു.
പാലക്കാട് രൂപത നാടിന് സേവന മാതൃകയെന്ന് കർദിനാൾ ബസേലിയോസ് ക്ലിമിസ് കാതോലിക്ക ബാവ. പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി സ്മാരകമായ സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് അലൈഡ് സയൻസിന്റെ പുതിയ കെട്ടിടം വെള്ളിപ്പാറ സാൻജോ ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KCBC പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവ പുതിയ നഴ്സിംഗ് കോളേജായ സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് അലൈഡ് സയൻസിന്റെ ആശീർവാദ കർമ്മം നടത്തി. നാടിനെ നന്മയാകുന്ന പ്രവർത്തനങ്ങളുടെ അവസാനത്തെ ഉദാഹരണമാണ് നാടിന് സമർപ്പിക്കുന്ന നഴ്സിംഗ് കോളേജ് എന്നും കർദിനാൾ സന്ദേശത്തിൽ പറഞ്ഞു. ബിഷപ്പ് എമിരറ്റസ് ജേക്കബ് മനത്തോടത്ത് സാൻജോ കോളേജിൽ പ്രതിഷ്ഠിക്കുന്ന വിശുദ്ധ യൗസേപ്പിന്റെ രൂപം വെഞ്ചരിച്ചു. ആദ്യ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്ക് ലഭിക്കുന്ന വിദ്യാർത്ഥിക്ക് നൽകുവാൻ കർദിനാൾ 1,00,000 രൂപയുടെ ചെക്ക് കോളേജ് മാനേജ്മെന്റിനെ കൈമാറി. പാലക്കാട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജീജോ ചാലക്കൽ, കോളേജ് ഡയറക്ടർ ഫാദർ ബിനു പൊൻകാട്ടിൽ, കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബീന നായർ എന്നിവർ സംസാരിച്ചു. സാൻജോ കോളേജ് ഓഫ് നഴ്സിംഗ് ആൻഡ് അലൈഡ് സയൻസിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ശേഷം വൈകുന്നേരം നടന്ന പൊതുസമ്മേളനം CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്ത് പാലക്കാടിന്റെ സംഭാവനയാണ് സാൻജോ നഴ്സിംഗ് കോളേജും സാൻജോ ഫാർമസി കോളേജും പാലന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുമെന്ന് ആർച്ച് ബിഷപ്പ് അനുസ്മരിച്ചു. ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പാലക്കാട് MLA രാഹുൽ മാങ്കുട്ടത്തിൽ, ആരോഗ്യ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ CP വിജയൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനിമോൾ, കുഴൽമന്ദം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ, ഫാദർ ജൂലിയസ് അറയ്ക്കൽ, ഫാദർ വാൾട്ടർ തേലപ്പള്ളി, സിസ്റ്റർ റോസ് ആൻഡ് CMC, ഷാജഹാൻ, പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി സണ്ണി നെടുംപുറം, PTA പ്രസിഡന്റ് ടീന തോമസ്, ഡോക്ടർ ഷെബി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാസന്ധ്യയോടെയായിരുന്നു പൊതുസമ്മേളനം സമാപിച്ചത്. കിഫ്ബി ഫണ്ടിൽ നിർമ്മിക്കുന്ന റോഡുകളിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്ന ടോൾ പിരിവുമായി സർക്കാർ മുന്നോട്ടു പോയാൽ ശക്തമായ പ്രക്ഷോഭവുമായി കോൺഗ്രസ് കേരളത്തിലെ തെരുവുകളിലേക്ക് ഇറങ്ങുമെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ. ഇന്ധന സെസ്സും മോട്ടോർ വാഹന നികുതിയുടെ പകുതിയും കിഫ്ബിയിലേക്ക് പിടിക്കുന്നതിന് പുറമെയാണ് ജനത്തെ വീണ്ടും പിഴിയുന്ന തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതെന്നും K സുധാകരൻ വ്യക്തമാക്കി. കിഫ്ബിയുടെ മോഡല് റവന്യൂ ജനറേറ്റിംഗ് ആയ പദ്ധതികൾ ഏറ്റെടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനവർ പഠനങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ തന്നെ കുറേ കാര്യമുണ്ട്. റോഡിൻ്റെ കാര്യം മാത്രമായിട്ട് സ്പെസിഫിക് ആയിട്ട് തീരുമാനിച്ച ഒരു തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പല കാര്യങ്ങളിലും ഇത്രയേറെ പണം എടുക്കുമ്പോൾ അതിൻ്റെ കുറേ റിട്ടേണും പലിശയെല്ലാം അടയ്ക്കേണ്ടതുണ്ട്. അതിനുള്ള മോഡലുകളുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉടനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന തരത്തിലേക്ക് വന്നിട്ടില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി പോലെ ഉള്ള സ്ഥാപനങ്ങളെല്ലാം ടോൾ റോഡുകളാണല്ലോ. അപ്പം അതൊക്കെ വെച്ചിട്ട് അവർ സ്റ്റഡി ചെയ്യുന്നുണ്ടാവും. റോഡുകളിൽ ടോൾ പിരിക്കാനുള്ള സർക്കാർ നീക്കം കേരളീയ പൊതുസമൂഹത്തിന് സാമ്പത്തിക ബാധ്യത സൃഷ്ടിക്കുമെന്നും K സുധാകരൻ പറഞ്ഞു. ടോളിനെതിരെ ഇത്രയും നാളും സമരം ചെയ്തവരാണ് CPMുകാർ. ടോൾ രഹിത റോഡുകളെന്നായിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ പ്രഖ്യാപനം. കിഫ്ബി പദ്ധതികളിലെ ക്രമക്കേടും ചട്ടവിരുദ്ധമായ വായ്പകൾ എടുത്തതിലെ അപാകതകളുമാണ് നിലവിലെ ധനപ്രതിസന്ധിക്ക് കാരണം. കിഫ്ബി പദ്ധതികളുടെ കരാറുകൾ പലതും ദുരൂഹമാണ്. സ്വന്തക്കാർക്കും ഇഷ്ടക്കാർക്കുമായി കരാറുകൾ പലതും നൽകിയതും വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് ഇടയാക്കി. ക്രമവിരുദ്ധമായി കിഫ്ബി മസാല ബോണ്ടുകൾ വിറ്റതുൾപ്പെടെ പ്രതിസന്ധി സൃഷ്ടിച്ചു. അതേസമയം വരുമാന സ്രോതസ്സുകൾ സംബന്ധിച്ച ചർച്ചകൾ കിഫ്ബിയിൽ നടക്കുന്നുണ്ടെന്നും എന്നാൽ റോഡുകളുമായി ബന്ധപ്പെട്ട് അന്തിമമായ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ലെന്നും KN ബാലഗോപാൽ അറിയിച്ചു. വരുമാനമുണ്ടാകുന്ന പദ്ധതികളെ ഏറ്റെടുക്കുന്നതാണ് കിഫ്ബിയുടെ രീതി. അതിനെ അവർ പഠനങ്ങൾ നടത്തുന്നുണ്ട്. റോഡിന് മാത്രമായി പ്രത്യേകം തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല. ഇത്രയേറെ പണം എടുക്കുമ്പോൾ അതിന്റെ പലിശയും തിരിച്ചടവും ആവശ്യമാണ്. അതിനുവേണ്ടിയുള്ള മോഡലുകളുണ്ട്. എന്നാൽ അവയൊന്നും ഉടൻ നടപ്പിലാക്കുന്ന സാഹചര്യമില്ലെന്ന് മന്ത്രി പറഞ്ഞു. റോഡുകൾ ഉൾപ്പെടെയുള്ള പശ്ചാത്തല വികസന പദ്ധതികളിൽ നിന്ന് വരുമാനമുണ്ടാക്കാനുള്ള സാധ്യതാ പഠനങ്ങളിലാണ് കിഫ്ബി. കിഫ്ബിയുടെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 50 കോടി രൂപയോ അതിനു മുകളിലോ മുതൽ മുടക്കുള്ള പാതകളിൽ ടോൾ പിരിവ് നടത്തി വരുമാനം നേടാനുള്ള സാധ്യതയും ഇക്കൂട്ടത്തിൽ കിഫ്ബി പരിഗണിക്കുന്നുണ്ട്. അതേസമയം കിഫ്ബി നിർമ്മിച്ച റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കണമെങ്കിൽ പ്രത്യേകം നിയമനിർമ്മാണം ആവശ്യമാണ്. അതിനുശേഷം മാത്രമേ ഇതിൽ അന്തിമ തീരുമാനമാവൂ. കിഫ്ബി ഒരു ശാപമായി മാറരുത്. ജനങ്ങൾക്ക് യാത്രാ സൗകര്യം ഇന്ന് സൗജന്യമാണ്. കേരളത്തിൽ പാലങ്ങളിലോ റോഡുകളിലോ ഒന്നും ഇപ്പോൾ നിലവിൽ ടോളില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് വീണ്ടും അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണല്ലോ കിഫ്ബിയെ സംബന്ധിച്ച് ഇതൊരു വെള്ളാനയാണെന്നും ഇത് സംസ്ഥാനത്തിന് ഗുണമല്ല ദോഷമാണ് ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം അതിന് മറുപടി പറയണം. അന്ന് ഞങ്ങൾ റവന്യൂ ജനറേഷനെ പറ്റി പറഞ്ഞതാണ്. അന്ന് രാഷ്ട്രീയ വിചാരം മിണ്ടിയില്ലല്ലോ.
ഇപ്പോഴാണോ ഇവർക്ക് ബോധോദയം ഉണ്ടായത്? അപ്പോൾ റവന്യൂ ജനറേഷന് ആവശ്യമായ പദ്ധതികൾ ആവിഷ്കരിക്കുകയാണ് വേണ്ടത്, അല്ലാണ്ട് ജനങ്ങളുടെ തലയിൽ ടോൾ അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ടത്. റവന്യൂ ജനറേറ്റ് ചെയ്യാൻ കഴിയത്തക്ക നിലയിലുള്ള പദ്ധതികൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇവർ തയ്യാറാകാത്തത് കൊണ്ടാണ് ഇന്ന് ഈ പ്രതിസന്ധി നേരിട്ടിട്ടുള്ളത്. അതിൻ്റെ ഭാരം ജനങ്ങളുടെ തലയിലല്ല അടിച്ചേൽപ്പിക്കേണ്ടത്. റവന്യൂ ജനറേഷൻ ചെയ്യാൻ കഴിയുന്ന പദ്ധതികൾ അടിയന്തരമായി നടപ്പാക്കുകയാണ് ഗവൺമെൻറ് വേണ്ടത്. അതെ, ഇതിങ്ങനെ അല്ലാതെ ഇനി അത് തുടർന്ന് പോകാൻ കഴിയില്ലെന്നും വലിയ പ്രതിഷേധം ഉണ്ടാകില്ല എന്നാണ് സർക്കാർ. പ്രതിഷേധം ഉണ്ടാകും ജനങ്ങൾ. കാരണം ഇത് ആദ്യം മുതൽ ഞങ്ങൾ അന്ന് പറഞ്ഞതാണ്, നിങ്ങൾ റവന്യൂ ജനറേഷന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആരംഭിച്ചില്ലെങ്കിൽ ഈ നിങ്ങൾക്ക് നിയമസഭാ സ്പീച്ചുകൾ എടുത്ത് നോക്കിയാൽ അറിയാം, ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്താൽ അറിയാം, റവന്യൂ ജനറേഷന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിച്ചില്ലെങ്കിൽ ഈ പദ്ധതി നിർത്തേണ്ടി വരുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. അന്ന് ഇതൊന്നും കേൾക്കാതെ ഞങ്ങളെ പരിഹസിച്ച ആളുകൾ ഇപ്പം മറുപടി പറയണം. അതിൻ്റെ ആ ഗവൺമെൻറ്റിന് വന്ന പാളിച്ച ജനങ്ങളുടെ തലയിൽ ഒരു ഭാരമായി കയറ്റിവെച്ച് രക്ഷപ്പെടാമെന്നാണ് സർക്കാർ ധരിക്കുന്നതെങ്കിൽ ശരിയല്ല, അത് തെറ്റായ നടപടിയാണ്. ഈ കേരളത്തിലെ കോൺഗ്രസിലെ ഐക്യം വേണമെന്ന് തുടർച്ചയായി ദേശീയ നേതൃത്വം ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് KC വേണുഗോപാലും അത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. എന്താണ്? തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസിലെ ഐക്യം അനിവാര്യമാണ്. എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു, അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാകാൻ പോകുന്നു. എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് ഈ 2 തെരഞ്ഞെടുപ്പിലും വൻ വിജയം നേടുക എന്നുള്ളതാണ് ആവശ്യം. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുക, അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. നേതൃമാറ്റ സാധ്യത ആരും തള്ളുന്നുമില്ല. അല്ല, അതൊക്കെ ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്, അതെനിക്കറിയാത്ത കാര്യമാണ്. പക്ഷെ പാർട്ടിയിൽ നിന്ന് ആവശ്യം സമ്പൂർണ്ണമായ ഐക്യമാണ്, യോജിപ്പാണ്. സാധാരണ പ്രവർത്തകൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ് പഞ്ചായത്ത്. ആ തെരഞ്ഞെടുപ്പിൽ ഇന്ന് UDFന് വിജയ സാധ്യതയുണ്ട്. ആ സാധ്യത അരക്കെട്ടുറപ്പിക്കാൻ എല്ലാവരും ഒരുമിച്ച് തന്നെ പ്രവർത്തിക്കണം, അതാണ് ആവശ്യം. അതുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓരോ വിഷയത്തിലും സർക്കാർ ആണെങ്കിലും പ്രതിപക്ഷത്തെ പ്രതിരോധിക്കുന്നത്, ഒരു പ്രതിപക്ഷ നേതാവിനൊരു അഭിപ്രായം, മുൻ പ്രതിപക്ഷ നേതാവിന് മറ്റൊരു അഭിപ്രായം, നിങ്ങൾ തമ്മിലൊരു മത്സരം നടക്കുന്നു. ഒരു മത്സരവും ഇല്ല, ഞങ്ങൾ രണ്ടും ഒരേ കാര്യമാണ് പറയുന്നത്. നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ പത്രസമ്മേളനം നടത്തി. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ സ്വീകാര്യത്തിൽ നിന്ന് ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ആ വിഷയം നിയമസഭയിൽ ഉന്നയിച്ചത് ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത്, ഒരു അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തമ്മിലില്ല. കാനഡയ്ക്കെതിരെ അമേരിക്ക പ്രഖ്യാപിച്ച ഇറക്കുമതി തീരുവ ഉത്തരവ് നടപ്പിലാക്കുന്നത് വൈകും. 1 മാസത്തേക്ക് ഉത്തരവ് നടപ്പിലാക്കില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയായത്. അനധികൃത കുടിയേറ്റം തടയുവാൻ അതിർത്തിയിലെ സുരക്ഷ വർദ്ധിപ്പിക്കുമെന്നും ട്രൂഡോയും അറിയിച്ചിട്ടുണ്ട്. മെക്സിക്കോയ്ക്ക് ഏർപ്പെടുത്തിയ 25% ഇറക്കുമതി തീരുവ പ്രാബല്യത്തിലാക്കുന്നതും ട്രംപ് 1 മാസത്തേക്ക് മരവിപ്പിച്ചിട്ടുണ്ട്. മെക്സിക്കൻ പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമും ട്രംപും തമ്മിൽ തിങ്കളാഴ്ച നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണിത്. US-ലേക്കുള്ള നിയമവിരുദ്ധ കുടിയേറ്റം തടയാൻ മെക്സിക്കോ അതിർത്തിയിൽ 10,000 സൈനികരെ ഇറക്കാമെന്ന് ക്ലോഡിയ സമ്മതിച്ചു. മെക്സിക്കോയിലേക്ക് US-ൽ നിന്ന് തോക്ക് കടത്തുന്നത് തടയാൻ നടപടിയെടുക്കാമെന്ന് ട്രംപ് ഉറപ്പു നൽകിയെന്ന് അവർ പറഞ്ഞു. 1 മാസത്തിനിടെ ചർച്ച നടത്തി ഉഭയകക്ഷി കരാറിലെത്താനാണ് ഇരു രാജ്യത്തിന്റെയും ശ്രമം. ഇറക്കുമതി തീരുവ ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നടപടിക്ക് മറുപടിയായി പുതിയ ഇറക്കുമതി തീരുവ ചുമത്തുന്ന US ഉൽപ്പന്നങ്ങളുടെ പട്ടിക കാനഡ അടുത്തിടെ പുറത്തുവിട്ടിരുന്നു. കനേഡിയൻ ധനമന്ത്രി ഡൊമിനിക് ലെബ്ലാങ്കാണ് ഞായറാഴ്ച 3,000 കോടി കനേഡിയൻ ഡോളർ മൂല്യം വരുന്ന US ഉൽപ്പന്നങ്ങളുടെ പട്ടിക പുറത്തുവിട്ടത്. US നിർമ്മിത മദ്യം, വീട്ടാവശ്യത്തിനുള്ള യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, തോക്ക്, പാലുൽപ്പന്നങ്ങൾ, പഴം, പച്ചക്കറി, വസ്ത്രം തുടങ്ങിയവയാണ് അതിലുള്ളത്. അനധികൃത കുടിയേറ്റം, മയക്കുമരുന്ന് കടത്ത് എന്നിവ തടയുന്നതിൽ പരാജയപ്പെട്ടെന്നാരോപിച്ച് അയൽ രാജ്യമായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും 25% ഇറക്കുമതി തീരുവ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവിൽ ശനിയാഴ്ചയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടത്. 10% അധിക തീരുവ ചൈനയ്ക്കും ഏർപ്പെടുത്തിയിരുന്നു. പിന്നാലെ US ഉൽപ്പന്നങ്ങൾക്ക് 25% നികുതി ചുമത്തുമെന്ന് കാനഡ പ്രഖ്യാപിക്കുകയായിരുന്നു. യമുന നദി മാലിന്യമുക്തമാക്കുമെന്ന ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഉറപ്പ് പാലിക്കപ്പെടാത്തതിൽ രൂക്ഷ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. യമുന നദിയിലെ വെള്ളം കുടിക്കുവാൻ കേജ്രിവാളിനോട് ആവശ്യപ്പെടുന്നുവെന്നും അതിനുശേഷം അദ്ദേഹത്തെ കാണാൻ തങ്ങൾ ആശുപത്രിയിലേക്ക് വരുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ചാന്ദിനി ചൌക്കിൽ നടന്ന പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി.
5 വർഷത്തിനുള്ളിൽ യമുന നദി ശുദ്ധീകരിക്കുമെന്നും അതിൽ മുങ്ങിക്കുളിക്കുമെന്നുമായിരുന്നു കേജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നൽകിയ വാക്ക്. എന്നാൽ യമുന ഇന്നും മാലിന്യമുക്തമായിട്ടില്ല. അദ്ദേഹത്തോട് അതിലെ വെള്ളം കുടിക്കാൻ ഞാൻ ആവശ്യപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹത്തെ കാണാൻ ഞങ്ങൾ ആശുപത്രിയിലേക്ക് പോകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. 9 പേർ ഉൾപ്പെടുന്ന ആം ആദ്മി പാർട്ടിയുടെ സംഘത്തെയും രാഹുൽ വിമർശിച്ചു. മനീഷ് സിസോദിയ, അതിഷി, സഞ്ജയ് സിംഗ്, രാഘവ് ചദ്ദ, സത്യേന്ദ്ര ജെയിൻ എന്നിവരുൾപ്പെട്ട സംഘത്തിലെ ഓരോരുത്തരും നരേന്ദ്രമോദിയോട് സാമ്യമുള്ളവരാണെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിമർശനം. കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഈ സംഘത്തിൽ ദളിത്, OBC വിഭാഗത്തിൽ നിന്നോ മുസ്ലിം വിഭാഗത്തിൽ നിന്നോ ആരുമില്ല. അവർ തന്നെയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. എവിടെയെങ്കിലും കലാപങ്ങളുണ്ടായാൽ പിന്നെ ഇവരെ കാണില്ലെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. മോദിയും കെജ്രിവാളും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല. മോദി എല്ലാം തുറന്നു പറയുന്നു. കെജ്രിവാൾ പിന്നിൽ നിന്ന് നിശബ്ദനായി പ്രവർത്തിക്കുന്നു എന്നത് മാത്രമാണ് വ്യത്യാസമെന്നും രാഹുൽ ആരോപിച്ചു. 2 വ്യത്യസ്ത ആശയങ്ങൾ തമ്മിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരം നടക്കുന്നത്. ഒന്ന് ഐക്യത്തിന്റെ പാർട്ടിയായ കോൺഗ്രസും മറ്റൊന്ന് വിദ്വേഷം നിറഞ്ഞ BJPയും. നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനമൊഴിഞ്ഞാൽ പിന്നീട് ആരും അദ്ദേഹത്തെ ഓർക്കില്ല എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. പോലീസിലെ കായിക ചുമതലയിൽ നിന്ന് ADGP MR അജിത് കുമാറിനെ മാറ്റി. ബോഡി ബിൽഡിംഗ് താരങ്ങളെ ഇൻസ്പെക്ടർ റാങ്കിൽ നിയമിക്കുന്നത് വിവാദമായ പശ്ചാത്തലത്തിലാണ് ചുമതല മാറ്റം. പകരം ചുമതല S ശ്രീജിത്തിന് കൈമാറി. MR അജിത് കുമാറിനാണ് പോലീസിലെ കായിക ചുമതലകളുണ്ടായിരുന്നത്. കായിക മേഖലയിലെ റിക്രൂട്ട്മെന്റുകളടക്കം നോക്കിയിരുന്നത് അജിത് കുമാർ ആയിരുന്നു. സാധാരണഗതിയിൽ ദേശീയ ഗെയിംസിലും കോമൺവെൽത്ത് ഗെയിംസിലും മറ്റും മെഡൽ നേടുന്നവരെയാണ് സ്പോർട്സ് ക്വാട്ടയിൽ ഇൻസ്പെക്ടർ റാങ്കിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഒരു ബോഡി ബിൽഡിംഗ് താരത്തെ ഈ റാങ്കിൽ ഉൾപ്പെടുത്താനുള്ള നീക്കം അടുത്തിടെ വിവാദമായിരുന്നു. പിന്നാലെ കണ്ണൂർ സ്വദേശിയായ ഒരു വോളിബോൾ താരത്തെ ഇത്തരത്തിൽ നിയമിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നിരുന്നു. കണ്ണൂർ സ്വദേശിയെ CPO ആക്കാനായിരുന്നു സമ്മർദ്ദം. എന്നാൽ അജിത് കുമാർ ഇതിനെ തയ്യാറായിരുന്നില്ല. തുടർന്ന് ചുമതല മാറ്റാനും ആവശ്യപ്പെട്ടിരുന്നു. അതിന് പിന്നാലെയാണ് കായിക ചുമതലയിൽ നിന്ന് അജിത് കുമാറിനെ മാറ്റിയത്. കഴിഞ്ഞ മാസമായിരുന്നു ADGP MR അജിത് കുമാറിന് പകരം പോലീസ് ബറ്റാലിയൻ ചുമതല ADGP S ശ്രീജിത്തിനെ നൽകിയിരുന്നത്. അജിത് കുമാർ 3 തവണകളിലായി 23 ദിവസത്തെ അവധിയിൽ പ്രവേശിച്ച സാഹചര്യത്തിലാണ് പോലീസ് ആസ്ഥാനത്തെ ADGP ശ്രീജിത്തിനെ പകരം ചുമതല നൽകിയത്. അതേസമയം പാർട്ടി സമ്മേളനത്തിൽ താഴെത്തലങ്ങളിൽ ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ ആവർത്തിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശ്രീജിത്തിനെ ചുമതല നൽകിയതെന്നും വിലയിരുത്തലുണ്ട്. ADGP അജിത് കുമാറിന്റെ സാമ്പത്തിക സ്രോതസ് അന്വേഷിച്ച വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും കൂടുതൽ വ്യക്തത തേടി വിജിലൻസ് ഡയറക്ടർ റിപ്പോർട്ട് മടക്കിയിരുന്നു. RSS നേതാക്കളുമായി അജിത് കുമാർ കൂടിക്കാഴ്ച നടത്തിയതിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരോപണങ്ങൾ ഉയർന്നിട്ടും അജിത് കുമാറിനെ ആഭ്യന്തര വകുപ്പിലെ ഉന്നതർ സംരക്ഷിക്കുകയാണെന്ന് CPM സമ്മേളനങ്ങളിൽ വിമർശനം ഉയർന്നിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിലപാട് തിരുത്തി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI സംവിധാനം വഴി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്നും ചൂഷണത്തിന് വഴിവെക്കുമെന്നും ഗോവിന്ദൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവേ പറഞ്ഞു. സോഷ്യലിസത്തിലേക്കുള്ള വഴിയാണ് AI എന്നായിരുന്നു കണ്ണൂരിൽ MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. AI തൊഴിൽ ഇല്ലാതാക്കുമെന്ന CPM കരട് രാഷ്ട്രീയ പ്രമേയത്തിന് പിന്നാലെയാണ് നിലപാടുമാറ്റം. മാർക്സിസത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് സമ്പത്ത് കേന്ദ്രീകരിക്കുകയാണെന്നാണ് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത്. കേരളത്തിലേത് പരിശോധിക്കുകയാണെങ്കിൽ 87% സമ്പത്ത് 10% പേരിലാണ്. 50% ജനങ്ങൾക്ക് 3%വും. AI വരുന്നതോടെ വൈരുദ്ധ്യം കൂടും, അതിശക്തിയായി കൂടും. അത് ഇന്നല്ലെങ്കിൽ നാളെ ചർച്ച ചെയ്യും. 60% തൊഴിലില്ലായ്മ വരുമെന്നാണ് പറയുന്നത്. 5% വന്നാൽ തന്നെ ഗുരുതരമായ പ്രതിസന്ധിയാണ്. അത് വളരെ ഗുരുതരമായിരിക്കും. നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെ വർഗസമരത്തിലൂടെ മാറ്റാതെ ലോകത്ത് ഒരു രാജ്യത്തിനും മുന്നോട്ടു പോകാൻ കഴിയാത്ത സാഹചര്യം വരുന്നതിനുള്ള ഒരു ഇടവഴിയാണ് AI ഉൾപ്പെടെയുള്ളതെന്നാണ് പറഞ്ഞത്. ഉൽപാദന വിതരണ ഘടനയിലാണ് മുതലാളിത്തത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. ഉൽപാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത. ഈ AI സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വീഴുക? നമ്മുടെ നാട്ടിലെ കർഷക തൊഴിലാളിയുടെ കയ്യിലാണോ? കൃഷിക്കാരന്റെ കയ്യിലാണോ? ഇടത്തരക്കാരന്റെ കയ്യിലാണോ? എല്ലാം വരുന്നത് കുത്തക മുതലാളികളുടെ കയ്യിലായിരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു നിലപാട് മാറ്റമില്ല. എന്താ നിലപാട് മാറ്റി? മാർക്സത്തിന്റെ, ഞാൻ ഈ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞല്ലോ, മാർക്സത്തിന്റെ ഭാഗമായിട്ട് സമ്പത്ത് കേന്ദ്രീകരിക്കുകയാണല്ലോ ചെയ്യുന്നത് ഒരു ഭാഗത്ത്. ഇപ്പോൾ കേരളത്തിൽ തന്നെ പരിശോധിച്ച് നോക്കിയാൽ 87% സമ്പത്ത് ഒരു 10% കയ്യിൽ നിൽക്കുകയാണ്.
50% ജനങ്ങളുടെ കയ്യിൽ എത്ര ശതമാനമാണ് ഉള്ളത്? നേരത്തെ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചോ? അവിടെ നേരെ പത്താൻ പറഞ്ഞിട്ടുണ്ടാവും. എത്ര ശതമാനം? 3%. 50% ജനങ്ങൾക്ക് 3%വും 10% ജനങ്ങൾക്ക് 87%വും സമ്പത്ത് കേന്ദ്രീകരിക്കുമ്പോൾ ഉൽപ്പാദന വിതരണ ഘടനയിലാണല്ലോ മുതലാളിത്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കഴിവ്. എന്താ? ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥതയാണ്. ഈ AI സംവിധാനം മുഴുവൻ ആരുടെ കയ്യിലാണ് വരിക? നമ്മുടെ നാട്ടിലെ കർഷകത്തൊഴിലാളിൻ്റെ കയ്യിലാണ്, കൃഷിക്കാരൻ്റെ കയ്യിലാണ്, ഇടത്തരക്കാരൻ്റെ കയ്യിലാണ്. ആരുടെ കയ്യിലാണ് വരിക? എല്ലാം വരുന്നത് ഈ ഉൽപ്പാദനോപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത മുഴുവൻ വരുന്നത് ഈ കുത്തക മുതലാളിമാരുടെ കയ്യിലായിരിക്കും. ആ കുത്തക മുതലാളിത്തത്തിൻ്റെ ഭാഗമായിട്ട് 60%-ലധികം തൊഴിലില്ലായ്മയും മനുഷ്യരുടെ ഈ വാങ്ങൽ കഴിവ് ശേഷി പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്താൽ പിന്നെ എന്തായിരിക്കും രാജ്യത്തിൻ്റെ സ്ഥിതി? സ്ഫോടനാത്മകമായിരിക്കും. അന്നേ പറഞ്ഞത് തന്നെയാണ്. അത് ഞാൻ സംശയം തള്ളതെന്ന്. ഇങ്ങനെയുള്ള ഒരു സംഘർഷാത്മക രൂപം വന്നതുകൊണ്ടാണ് മാർക്സ് സോഷ്യലിസത്തിലേക്കുള്ള യാത്രയിൽ അധ്വാനിക്കുന്ന വർഗം അതിശക്തിയായി ഈ ഭരണകൂട വ്യവസ്ഥയെ തന്നെ തട്ടിമാറ്റി പുതിയ രീതിയിൽ മുന്നോട്ടേക്ക് പോകുമെന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത്. നിങ്ങളെല്ലാവരും ഒന്നുകൂടി കേൾക്ക്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കാൻ നോക്കും. റെയിൽവേയിൽ വൻ വികസന പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. റെയിൽവേ സുരക്ഷയ്ക്കായി 1.16 ലക്ഷം കോടി രൂപ റെയിൽവേ ബജറ്റിൽ വകയിരുത്തിയതായി പ്രഖ്യാപിച്ച അദ്ദേഹം മെച്ചപ്പെട്ട സേവനം നൽകുന്നതിനായി 50 നമോ ഭാരത് ട്രെയിനുകളും 200 വന്ദേ ഭാരത് ട്രെയിനുകളും കൊണ്ടുവരുമെന്ന് പ്രഖ്യാപിച്ചു. കേരളത്തിന് റെയിൽവേ വികസനത്തിനായി 3042 കോടി രൂപ നീക്കിവെച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. റെയിൽവേയിൽ 15,742 കോടി രൂപയുടെ വികസനം നടത്തി. 35 സ്റ്റേഷനുകൾ നവീകരിച്ചു. പുതിയ 14,000 അൺറിസർവ്ഡ് കോച്ചുകൾ നിർമ്മിച്ചു. 100 കിലോമീറ്റർ ദൂരത്തിൽ നമോ ഭാരത് ട്രെയിനുകളുടെ ഷട്ടിൽ സർവീസാണ് റെയിൽവേയിൽ വരുന്ന പ്രധാന മാറ്റം. രാജ്യത്താകെ ഇത്തരത്തിൽ 50 ട്രെയിനുകൾ കൊണ്ടുവരും. 200 പുതിയ വന്ദേ ഭാരത് ട്രെയിനുകളും 100 പുതിയ അമൃത് ഭാരത് ട്രെയിനുകളും കൊണ്ടുവരുമെന്നും കേന്ദ്രമന്ത്രി സമ്മേളനത്തിൽ പറഞ്ഞു. കേരളവുമായി ബന്ധപ്പെട്ട് നിലമ്പൂർ നഞ്ചൻകോട് പദ്ധതി നടത്തിപ്പിലാണ്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ എത്തും. കേരളത്തിലേക്ക് കൂടുതൽ ട്രെയിനുകൾ എത്തിക്കുന്നത് പരിഗണനയിലാണ്. ശബരി റെയിൽവേ പാതയുടെ കാര്യത്തിൽ ത്രികക്ഷി കരാറിൽ ഏർപ്പെടാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ മറുപടി ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിനെ 2009 മുതൽ 2014 വരെ UPA സർക്കാരിന്റെ കാലത്ത് ശരാശരി 372 കോടി രൂപ മാത്രമാണ് നീക്കിവെച്ചതെന്ന് ചൂണ്ടിക്കാട്ടിയ റെയിൽവേ മന്ത്രി മോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 125 കിലോമീറ്റർ പാത നിർമ്മിച്ചതായും 493 കിലോമീറ്റർ വൈദ്യുതീകരിച്ചതായും പറഞ്ഞു. സംസ്ഥാനം പൂർണ്ണമായും വൈദ്യുതീകരിച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. 8 പുതിയ പാതകളുടെ പദ്ധതികൾ നടത്തിപ്പിലാണെന്നും 419 കിലോമീറ്റർ ആകെ ദൂരം വരുന്ന ഈ പദ്ധതികൾക്കായി 12,350 കോടി രൂപ ചെലവ് കണക്കാക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ 35 സ്റ്റേഷനുകൾ അമൃത് സ്റ്റേഷനുകളായി വികസിപ്പിക്കുന്നതിന് 2,560 കോടി രൂപ ചെലവാക്കി. 2014 ശേഷം 114 റെയിൽ ഫ്ലൈ ഓവറുകളും പാലങ്ങളും അടിപ്പാതകളും നിർമ്മിച്ചു. 51 ലിഫ്റ്റും 33 എസ്കലേറ്ററുകളും സ്ഥാപിച്ചു. 120 സ്റ്റേഷനുകളിൽ വൈഫൈ സംവിധാനം കൊണ്ടുവന്നു. 2 വന്ദേ ഭാരത് ട്രെയിനുകൾ സർവീസ് നടത്തുന്നതും നേട്ടമായി റെയിൽവേ മന്ത്രി വിശദീകരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അമേരിക്കയിലേക്ക്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് സന്ദർശനം. ഈ മാസം 12, 13 തീയതികളിലാണ് മോദി അമേരിക്ക സന്ദർശിക്കുന്നത്. വൈറ്റ് ഹൌസിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. മോദി ട്രംപ് കൂടിക്കാഴ്ചയെപ്പറ്റി വൈറ്റ് ഹൌസിന്റെയോ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയോ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. ഈ മാസം 10 പ്രധാനമന്ത്രി ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്നായിരിക്കും അദ്ദേഹം അമേരിക്കയിലേക്ക് പോവുകയെന്നാണ് വിവരം. AI ഉച്ചകോടിക്ക് ശേഷം മോദി 12 വാഷിംഗ്ടണിൽ എത്തുമെന്നാണ് വിവരം. വൈറ്റ് ഹൌസിൽ ട്രംപും മോദിയും കൂടിക്കാഴ്ച നടത്തുന്നതിനെപ്പറ്റി ചർച്ച ചെയ്തു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദവും തന്ത്രപരമായ ബന്ധവും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് ജനുവരി 27 മോദിയും ട്രംപും തമ്മിലുള്ള ഫോൺ സംഭാഷണത്തിന് ശേഷം വൈറ്റ് ഹൌസ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അഭിപ്രായപ്പെട്ടിരുന്നു. മോദിക്ക് വൈറ്റ് ഹൌസിൽ അത്താഴ വിരുന്ന് ഒരുക്കുമെന്നും സൂചനയുണ്ട്. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി തീരുവയിലടക്കം പ്രധാനമന്ത്രിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ ചർച്ച നടക്കുമെന്നാണ് കരുതുന്നത്. ട്രംപിന്റെ താരിഫിനെ മറികടക്കുന്നതിന് വേണ്ടി ഇതിനോടകം തന്നെ അമേരിക്കൻ കയറ്റുമതികൾക്ക് അനുകൂലമായി ഇന്ത്യ താരിഫുകൾ കുറയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് അന്താരാഷ്ട്ര വ്യാപാര വിദഗ്ധർ വ്യക്തമാക്കുന്നു. 1600 cc കുറവ് എഞ്ചിൻ കപ്പാസിറ്റിയുള്ള മോട്ടോർ സൈക്കിളുകൾ, ഉപഗ്രഹങ്ങൾക്കുള്ള ഗ്രൗണ്ട് ഇൻസ്റ്റലേഷനുകൾ,
സിന്തറ്റിക് ഫ്ലേവറിംഗ് എസൻസുകൾ തുടങ്ങി അമേരിക്കയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന ഇനങ്ങളുടെ തീരുവ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ച ബജറ്റിൽ വെട്ടിക്കുറച്ചിരുന്നു. അതേസമയം ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയ 10% തീരുവ കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ മാർക്കറ്റിലേക്ക് എത്താനുള്ള അവസരം തുറന്നു നൽകുന്നതാണെന്നും വിദഗ്ധർ പറയുന്നു. ട്രംപ് തന്റെ ആദ്യ ടേമിൽ ചൈനയുമായി നടത്തിയ താരിഫ് യുദ്ധത്തിന് ശേഷം 2017-23 കാലയളവിൽ നടന്ന വ്യാപാര വഴിത്തിരിവിന്റെ ഏറ്റവും വലിയ 4ാമത്തെ ഗുണഭോക്താവാണ് ഇന്ത്യ. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.